Kochi team, I would like to invite Mr. Thankachan Thomas, Mr. Sunil, Mr. Manoj Singh, Mr. Vinay Shenoy, Mr. Sajish Chandran, Mr. Amog Gowda, Mr. Arjun Mohandas, Mr. Praveen, Ms. Deepa Vinay, Mr. Krishna Kumar, Mr. Hari Raj, Mr. Anup Raj, Ratish Kumar, Ms. Elizabeth Jyoti Sijo, and of course the remaining team of Forum Kochi. Sumin, please come to the stage as well. Forum team, let's cut the cake, please. Ladies and gentlemen, huge moment for Forum Kochi, the very first anniversary. Let's hear it for the entire team. Huge round of applause, a big moment. Wishing Forum Kochi many beautiful, amazing years ahead. മലയാളം സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി. പക്ഷേ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതിയിൽ അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒരുക്കി തന്ന പ്രൊഡ്യൂസർക്ക് പ്രത്യേകം നന്ദി. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളതൊക്കെ ഓൾമോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ 3Dയിലോ 2Dയിലോ ഒക്കെ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. അത് ഞങ്ങൾക്കും വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു സോ മച്ച്. കുറേ പ്രീ പ്രൊഡക്ഷൻ വർക്കിലൊക്കെ എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയാനുള്ളത് ടോവിയെക്കുറിച്ചാണ്. 3 കഥാപാത്രങ്ങൾ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാപാത്രമാവും, 3 കഥാപാത്രങ്ങൾ, അതും 3ഉം യാതൊരു വിധത്തിലും ഒരു സിമിലാരിറ്റി തോന്നാത്ത വിധത്തിൽ 3 അതിൽ ടോവി ആയാലും ടോവിയുടെ പല പഴയ സിനിമകളായാലും ഒന്നും അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ 3 ഡിഫറെൻറ്റ് വേഷം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങളെല്ലാവരും പോലെ വളരെ എക്സൈറ്റഡ് ആണ് പടം കാണാൻ. അപ്പോൾ ഈ ഓണത്തിന് ARM 12-ാം തീയതി റിലീസ് ചെയ്യാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നടക്കുന്ന സംഭവങ്ങളാണ്. അതിൽ ടൊവിനോ 3 റോൾസാണ് ചെയ്യുന്നത്. ഒന്ന് ഒരു വാരിയറായിട്ട് കുഞ്ഞിക്കേളു, ഒരു കള്ളനായിട്ട് മണിയൻ, ഒരു സാധാരണ നമ്മളെപ്പോലത്തെ ഒരു ഹ്യൂമനായിട്ട് അജയൻ. അപ്പോൾ അജയൻ്റെ 2ാം മോഷണം എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമ എന്ന് പറയുന്നത് അജയൻ്റെയാണ്. അപ്പോൾ എന്തായിരിക്കും അജയൻ്റെ 1ാം മോഷണം, എന്തായിരിക്കും അജയൻ്റെ 2ാം മോഷണം, അതായിരിക്കും കംപ്ലീറ്റ് ARM. Okay, thank you so much. Thank you sir. നല്ലൊരു കൈഡി കൊടുക്കാം. വർഷത്തെ കാത്തിരിപ്പും സ്വപ്നമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ സ്വപ്നം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാലും പ്രേക്ഷകനാണ് വിധി എഴുതേണ്ടത്. അപ്പോൾ ടോവിനോ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. വളരെ വളരെ സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ച സിനിമയാണ്. കഷ്ടപ്പാട് ഇൻ ദ സെൻസ് സമയം രാത്രി ഷൂട്ട് ചെയ്തതൊന്നുമല്ല, അത്രയും നന്നായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. 3D ആണ്. ഒരുപാട് മികച്ച അഭിനേതാക്കൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻ സാറിനെ പോലത്തെ ഒരാൾ ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ നമുക്ക് സാധ്യമായത്. 3D ആണ്. ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും തീർച്ചയായും. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും പിന്തുണ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഒരു വലിയ കാലത്തെ കാത്തിരിപ്പാണ്. പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത്. തീർച്ചയായും നിരാശരാക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ. താങ്ക് യു. സന്തോഷമുണ്ട്. ARM എന്ന സിനിമയുടെ മുമ്പ് ഇതിൻ്റെ ടൈറ്റിൽ അജയൻ്റെ 2ാം മോഷണം എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജിതിൻ എന്നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ
ഷൂട്ട് ചെയ്തതിൻ്റെ ഭാഗങ്ങളെല്ലാം ഇവൻ കൊണ്ടേ കാട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ജിതിനോട് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ടൈറ്റിലൊന്ന് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞപ്പോൾ, കാരണം ഇതിൻ്റെ ഒരു വിഷ്വൽ ആയിക്കോട്ടെ, ഇപ്പോൾ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു എഫേർട്ട് ആയിക്കോട്ടെ, ഈ സിനിമയുടെ മൊത്തം ഒരു ടോട്ടാലിറ്റി ആയിക്കോട്ടെ, അത് വളരെ നന്നായിട്ട് ഉണ്ട്. കാരണം ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടിട്ടല്ല, ഇപ്പം എല്ലാ സിനിമകളും ഇപ്പം വർഷത്തിൽ 200 ചില്ലുവാന് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാറുണ്ട്. ആ സിനിമകൾക്കെല്ലാം ഫങ്ഷൻസ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഓഡിയോ ലോഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് അതിന് മുമ്പുള്ള ഫങ്ഷൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഓഡിയോ ലോഞ്ച് അല്ല, വെക്കാറുണ്ട്. അപ്പം സിനിമയെ പറ്റി എല്ലാവരും സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നത് വരെ അതൊരു നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും അതിനെ പ്രശംസിച്ച് പറയാറുണ്ട്. ടൊവിനോയായിട്ട് ഞാൻ പൊക്കി പറയുന്നതല്ല, ഞാൻ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊക്കെ ഒന്ന് ഇട്ട് ലൊക്കേഷനിലേക്ക് തന്നെ ഒന്ന് സെറ്റായിട്ട് വരണമെങ്കിൽ തന്നെ വളരെയധികം സമയമെടുക്കും. അപ്പം അത് ഷൂട്ട് ചെയ്ത് ഇത്രയും വലിയൊരു സംഭവങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് വരണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതിൻ്റെ ഫുൾ ഷൂട്ട് തീർന്നതാണ്. ഇപ്പോൾ നമ്മളിത് റിലീസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിൽ, അതായത് ഈ വർഷം സെപ്റ്റംബർ മാസമാണ്, ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 1.5 കൊല്ലത്തോളം എടുത്തു. ഈ 1.5 കൊല്ലത്ത് സാധാരണഗതിയിൽ നമുക്കൊരു 3-4 സിനിമകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ അത്രയും സമയം തന്നെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എടുത്തിട്ട് അത്രയും സമയം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ഈ സിനിമ എല്ലാ ലാംഗ്വേജിലും, ഹിന്ദിയിലായിക്കോട്ടെ, തെലുങ്കിലായിക്കോട്ടെ, കന്നഡയിലായിക്കോട്ടെ, തമിഴിലായിക്കോട്ടെ, എല്ലായിടത്തും ഇതേ വലുപ്പത്തിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം കൊണ്ടിട്ട് ഞങ്ങൾ ഈ സിനിമ എല്ലാവരെയും കാണിച്ചു, ഏറ്റവും ടോപ്പായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ. അങ്ങനെ ഈ സിനിമ കാട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ARM എന്ന് പറയുന്ന സിനിമ കന്നഡയിൽ റിലീസ് ചെയ്യുന്നത് ഹോംബാലെ എന്ന് പറയുന്ന ബിഗ് പ്രൊഡക്ഷൻ ഹൗസാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യുന്നത് ഇപ്പോൾ KGF പോലെയുള്ള, കാന്താര പോലെയുള്ള എല്ലാ വലിയ ചിത്രങ്ങളും അവരുടെ ബാനറിൽ വരാറുണ്ട്. അതുപോലെ അനിൽ തടാനി ആണ് A&A ആണ് ഈ സിനിമ ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നത്. തെലുങ്കിൽ ഈ സിനിമ ചെയ്യുന്നത് തെലുങ്കിലെ നമ്പർ 1 പ്രൊഡക്ഷൻ ഹൗസായ മൈത്രി മൂവി മേക്കേഴ്സാണ് ഈ സിനിമ തെലുങ്കിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, സുരഭി ആയിക്കോട്ടെ, മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും, ഇതിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും, ഇനി ഈ സിനിമ ഓണത്തിന് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് ആവശ്യമാണ്. കാരണം ഇത് അത്രയൊരു എഫേർട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ ടൊവിനോ, ഇതിൻ്റെ അകത്തെ ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ് എല്ലാവരും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ കടമാഞ്ചു പൈസയുള്ള പൈസയൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് തിരിച്ചു തന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.